സുഹൃത്തുക്കളെ, ഇതെല്ലാം ഭ്രാന്താണെങ്കിലും അതിൽ ഒരു രീതിയുണ്ട്. ഷേക്സ്പിയറുടെ ഹാംലെറ്റിലെ വരികളാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യദിനം അന്വേഷിക്കുന്ന പ്രവണത ഹിന്ദുത്വ പരമാധികാര വലയങ്ങളിൽ കൂടുതൽ ദൈർഘ്യമാർജിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് 2014 സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ഭിക്ഷ മാത്രമായിരുന്നു എന്ന പ്രസ്താവന നടത്തിയ സിനിമാ നടിയും BJP എംപിയുമായ കങ്കണ റൗട്ടിൻ്റെ പിന്നാലെ 1947 സ്വാതന്ത്ര്യം സോ കോൾഡ് ഇൻഡിപെൻഡൻസ് മാത്രമാണെന്ന് പറഞ്ഞ പരാജിത ബോളിവുഡ് നായകനായ വിക്രാന്ത് മസയുടെ പ്രസ്താവനയെ തുടർന്ന് സംഘപരിവാറിൻ്റെ 1-ാം നമ്പർ നേതാവായ മോഹൻ ഭഗവത്തും ഇതേ നിലയിൽ ചേർന്നിരിക്കുകയാണ്. ഇന്തൂരിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ 1-ാം വാർഷിക പ്രസംഗത്തിൽ RSS സർസംഘചാലക് പറഞ്ഞത് ക്ഷേത്രപ്രതിഷ്ഠ നടന്ന ആ ദിനം തന്നെയാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യദിനം എന്നായിരുന്നു. നൂറ്റാണ്ടുകളോളം ശത്രുക്കളുടെ ആക്രമണം നേരിട്ട ഭാരതത്തിൻ്റെ യഥാർത്ഥ മോചന ദിനമാണത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പ്രതീക്ഷിച്ചതുപോലെ ഭഗവതിൻ്റെ പ്രസ്താവനകൾ പ്രതിപക്ഷ വലയങ്ങളിൽ വ്യാപകമായ അപലപനത്തിന് കാരണമായി. അതിനവർ രാജ്യദ്രോഹം എന്നാണ് വിളിച്ചത്. അത് ഓരോ ഭാരതീയൻ്റെയും അഭിമാനത്തെ അവഹേളിക്കുന്നതാണെന്നും വ്യക്തമാക്കി. മറ്റേതെങ്കിലും രാജ്യത്ത് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ RS ചീഫ് അറസ്റ്റിലായനെ എന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ സർസംഘചാലക് ആയ ഒരാൾ, ഇന്ത്യയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ആശയധാരയുടെ തലവൻ, തൻ്റെ ഇഷ്ടാനുസരണം ജ്ഞാനമുത്തുകൾ പങ്കുവയ്ക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരാൾ എന്ന നിലയിൽ ഭഗവതിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ്. ഇത് ഹെഡ്ഗേവാർ, ഗോൾവേക്കർ, സവർക്കർ എന്നിവരുടെ വൈരത്തിൻ്റെ മേൽ പടുതെടുത്ത സംഘടനയുടെ യഥാർത്ഥ പാരമ്പര്യമാണ്. അവരുടെ ജീവിത ചരിത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ സ്വതന്ത്ര സമരത്തെ അപമാനിക്കാനും മഹാന്മാരായ സമരസേനാനികളെ നിസാരവൽക്കരിക്കാനും അവർക്ക് യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. അതുതന്നെയാണ് ഇന്നത്തെ ഹിന്ദുത്വത്തിൻ്റെ പ്രധാന വഴി. RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാർ പറഞ്ഞത്, ദേശാഭിമാനം എന്നത് ജയിലിലേക്ക് പോകുക മാത്രമല്ല, ഇത്തരം ഉപരിതല ദേശാഭിമാനത്തിൽ ആകൃഷ്ടനാകുന്നത് ശരിയല്ല. രണ്ടാമത്തെ സർസംഘചാലകായ MS ഗോൾവേക്കർ രക്തസാക്ഷികളെ പറ്റി പറഞ്ഞത്, ഷഹീദുത്വം സ്വീകരിക്കുന്നവർ മഹാന്മാരായ വീരന്മാരാണ്, എന്നാൽ അവർ നമ്മുടെ ഇടയിൽ മാതൃകകളായി ഉയർത്തപ്പെടുന്നില്ല. അവരുടെ ത്യാഗം പരാജയത്തിലേക്കാണ് നയിച്ചത്. പരാജയം എപ്പോഴും ഒരുതരം മാരക ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി അറിയുന്ന ഏവർക്കും RSSഉം ഹിന്ദുത്വ സംഘടനകളും വലിയൊരു ദൗർബല്യ ബിന്ദുവാണ് എന്ന് വ്യക്തമാവും. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, സ്വന്തം പ്രവർത്തകരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നതാണ് ചരിത്രം നമ്മളെ സാക്ഷി പറയുന്നത്. ഇപ്പോൾ തിലക് മാഞ്ചി മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം, അതേപോലെ തന്നെ ഇന്ത്യൻ നാവിക സമരം, ഏതാണ്ട് 200 വർഷക്കാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യ പല തലങ്ങളിലും പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ വിപ്ലവ സംഘടനകളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചു. സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വീരകൃത്യങ്ങൾ ആ കാലഘട്ടത്തിൽ മറ്റൊരു സ്വർണ്ണ അധ്യായമായിരുന്നു. എങ്കിലും ഹിന്ദുത്വ നേതാക്കൾ ഒരിക്കലും ഈ സമരത്തിൽ പങ്കെടുത്തില്ല. ഹിന്ദു മുസ്ലിം സാമുദായികവാദികൾക്കിടയിൽ ശക്തമായ സാമ്യം കാണാം. ഹിന്ദുത്വ നേതാക്കളായ സവർക്കറും ഗോൾവേക്കറും മുസ്ലിം ലീഗിൻ്റെ നേതാവായ ജിന്നയും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ല. മറിച്ച് അന്നത്തെ കാലത്ത് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്ന് സർക്കാരുകൾ രൂപീകരിച്ചിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗ് നേതാവായ സുഹാവർത്തി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ സവർക്കർ യുവാക്കളോട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുന്ന ധൈര്യം മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവനകളിലൂടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവോടെ ഗണ്യമായി വർദ്ധിച്ചു. 2014 പ്രധാനമന്ത്രി എത്തിയ മോദി പാർലമെൻറ്റിലെ ആദ്യ പ്രസംഗത്തിൽ RSS ചരിത്രകഥകളെ ദേശീയ ചരിത്രം ആക്കി അവതരിപ്പിച്ചു. 1200 വർഷത്തെ അടിമത്ത മനോഭാവം നമ്മെ അലട്ടുന്നു. ഉയർന്ന സ്ഥാനക്കാരെ കണ്ടാൽ നമുക്ക് തലയുയർത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം 200 വർഷത്തെ ബ്രിട്ടീഷ് അടിമത്തത്തെ 1200 വർഷമായി നീട്ടി. ഇതോടെ ബ്രിട്ടീഷുകാരുടെ കൊളോണിയസത്തിനും മുൻകാല മുസ്ലിം ഭരണങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കി. RSS പതിവായി മുസ്ലിം വിദേശികളെന്ന വാദം സാധാരണവൽക്കരിച്ചു. എന്നാൽ സത്യാവസ്ഥ അതല്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വീടാക്കിയില്ല. മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിൽ കുടിയേറി ഭാരതീയ സംസ്കാരത്തിൽ വലിയ സംഭാവന നൽകി. അതാണ് ഗംഗാ ജമുനി തെഹ്ജീബ് ഉണ്ടായത്. ഗോൾവേക്കർ തൻ്റെ ബെഞ്ച് ഓഫ് തോട്ട് എന്ന പുസ്തകത്തിൽ മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകൾ എന്നിവരെ ആന്തരിക ശത്രുക്കളെന്ന് വിളിച്ചു. ദേശസുരക്ഷയ്ക്ക് പുറത്തെ അക്രമികളെക്കാൾ ഉള്ളിലെ ശത്രുക്കൾ വലിയ ഭീഷണിയാണ് എന്ന് അദ്ദേഹം എഴുതി. സ്വതന്ത്ര സമരത്തെ അപമാനിക്കുന്ന പ്രവൃത്തികൾ നിരന്തരം ആവർത്തിക്കപ്പെട്ടു. 2014 BJP വിജയത്തിന് പിന്നാലെ RSS പ്രചാരകനായ സുരേഷ് സോണി 161 പുതിയ BJP എംപിമാരോട് പറഞ്ഞത് 2014 മെയ് 16 1947 ഓഗസ്റ്റ് 16 തുല്യമാണ്. നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ പ്രസ്താവിച്ചത് ഗോ സംരക്ഷണമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മാവ് എന്നാണ്. പിന്നീട്
പ്ലഹുലുഖാനെ കൊലപ്പെടുത്തിയ പശുവേട്ടക്കാരെ ഭഗത് സിംഗ്, ആസാദ് എന്നിവരോട് താരതമ്യം ചെയ്തു. ദാദ്രി ലിംജിങ്, ഗ്രഹാൻ സ്റ്റെയിൻ്റെ കൊലപാതകം തുടങ്ങിയ സംഭവങ്ങളിൽ പശുവാദികൾക്ക് ആദരവ് നൽകി. സ്വാതന്ത്ര്യ സമരത്തെയും രക്തസാക്ഷികളെയും അപമാനിച്ച് പശുവാദികളെയും കൊലപാതകളെയും വീരന്മാരാക്കി ഉയർത്തുന്ന പ്രവണതയാണ് മോദി ഭഗവത് നേതൃത്വത്തിലുള്ള ഹിന്ദുത്വത്തിൻ്റെ മുഖം.